വാൽപ്പാറ അപകടത്തിൽ പരുക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച സാജിദയുടെ മകൻ ഷഹദി, വാൻ ഡ്രൈവർ മുഹമ്മദ് ഫൈസ്, പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. വർഷ ഗിരീഷുണ്ട് കോഴിക്കോട് നിന്ന്. വർഷ, നിലവിൽ ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരും ഈ അപകടനില തരണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, തീർച്ചയായും അമൽ, പ്രവിത, ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും, അതായത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഈ ഒരു അപകടം സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ കോയമ്പത്തൂർ ആശുപത്രിയിൽ കഴിയുന്നത് മരിച്ച സാജിദയുടെ മകൻ ഷഹദിൻ, 10 വയസ്സുകാരനാണ്. അതേപോലെ വാൻ ഡ്രൈവറായിട്ടുള്ള പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഫായിസ്, പാങ് LP സ്കൂളിലെ ഡ്രൈവറായിട്ടുള്ള നൌഷാദ് എന്നിവരാണ് നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 2 പേർക്ക് നട്ടലിനും ഒരാൾക്ക് തലയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷഹദിനാണ് തലയ്ക്ക് പരിക്കേറ്റത്, മറ്റു 2 പേർക്കും നട്ടലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും നിലവിലൊരു ആരോഗ്യസ്ഥിതി പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ കൂടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് മരിച്ച ഷക്കീലയുടെ, അധ്യാപിക ഷക്കീലയുടെ മകളായിട്ടുള്ള മസ്നീനിന്റെ ആരോഗ്യനിലയിലാണ് പുരോഗതി ഉള്ളത്. അതൊരു പക്ഷേ തൊട്ട് മുമ്പ് ദിവസങ്ങളിലും ആ വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം കുട്ടിയെ ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ആ നിമിഷങ്ങളിൽ തന്നെ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോഴും തന്റെ ഉമ്മ മരിച്ച വിവരം കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വേദന നൽകുന്ന കാര്യം. പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോഴും ചികിത്സയിലുള്ളത്. അമൽ, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.